Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wa sallallahu wa sallama ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, മജ്ലിസുൽ ഖുർആൻ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 35 വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു. ജയിലിൽ അടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആര്? യൂസുഫ് അലൈഹിസ്സലാം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണ്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലായിരുന്നാലും എവിടെ എത്തിപ്പെട്ടിരുന്നാലും അവിടെയൊക്കെയും താൻ മനസ്സിലാക്കിയ ആദർശം അനുസരിച്ച് ജീവിക്കണമെന്നും അത് മറ്റുള്ളവർക്ക് ഏറ്റവും മാന്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും തെറ്റായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം നടത്തണമെന്നും യൂസുഫ് നബി തൻ്റെ കാരാഗൃഹ ജീവിതത്തിൽ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഭാഗം ഇന്ന് വായിക്കുന്ന ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേവലം യൂസുഫ് നബിയുടെ ചരിത്രം പഠിക്കുന്നതിലപ്പുറം ചില ഗുണപാഠങ്ങൾ അതിനകത്ത് കാണാം. യൂസുഫ് നബിയുടെ കൂടെ 2 പേരും കൂടെ ജയിലിലടക്കപ്പെടുന്നുണ്ട്, അല്ലേ? അതാണ് ഇന്ന് പറയാൻ പോകുന്ന ഫത്തയാനി. 2 യുവാക്കൾ, 36-ാമത്തെ വചനം മുതൽ പറയാം. 2 യുവാക്കൾ കൂടെ രാജാവിന് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചില അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ജയിലിലടക്കപ്പെടുന്ന 2 യുവാക്കളാണ്. ഖുബ്സ് നൽകുന്ന അല്ലെങ്കിൽ ഭക്ഷണം നൽകാൻ നിശ്ചയിക്കപ്പെട്ട ആളും വെള്ളം കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളും രാജാവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ 2 പേരും ജയിലിലടക്കപ്പെടുന്നത് എന്ന് കാണാം. വല്ലാഹു അഅലം. നമ്മുടെ വിഷയം യൂസുഫ് നബിയിലേക്കാണ്. അങ്ങനെ അവരുമായി കുറച്ചു കാലം ജീവിക്കുമ്പോൾ അവിടെ നടക്കുന്ന സംവാദങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും നല്ല സംവാദം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വാക്ക് തർക്കങ്ങളല്ല, മറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ വലിയ മാറ്റം വരികയാണ് അവരിൽ. മാത്രമല്ല, അദ്ദേഹം ജയിലിലടക്കപ്പെട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ജയിലിലുണ്ടല്ലോ. തടവറയിൽ നേരത്തുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരൊക്കെ രോഗമുള്ള ആളുകളുണ്ട്, വിഷമുള്ള ആളുകളുണ്ട്, തെറ്റ് ചെയ്തവരുണ്ട്. അങ്ങനെയൊക്കെയാണ്. അവരുടെ അടുത്തൊക്കെ ചെന്നിരുന്ന് അവരോട് ചെല്ലുമ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ഇസ്ബിറു എന്നാ പറഞ്ഞത്. നിങ്ങൾ ക്ഷമിക്കണം. ആകെ ഡൗണായി നിൽക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കണം, എങ്കിൽ നിങ്ങൾക്കതിന് പ്രതിഫലം നൽകപ്പെടും, നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്ന്. അപ്പൊ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നു. നിങ്ങൾ ആരാ, നിങ്ങൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. കുറേ ജയിലറയിലുള്ള ഒരുപാട് ആളുകൾക്കിടയിലേക്ക് പുതിയ ഒരാൾ കയറി വരുമ്പോൾ അയാൾ ഇവരോട് പറയാ, സാരല്ല, എല്ലാവരും ക്ഷമിക്കണം. ഇതാരാ, ഇതുവരെ ഒരാളും പറയാത്തൊരു വർത്താനം. അപ്പോൾ വല്ലാത്ത സമാധാനം ഉണ്ടായി അവർക്ക്. അങ്ങനെ അവർ ചോദിക്കുക, നിങ്ങൾ ആരാണ്? അപ്പം ഞാൻ ഇന്നയാളാണ്, സഫിയുള്ള, ഞാൻ യൂസുഫാണ്. കാര്യങ്ങളൊക്കെ കുടുംബം ഇങ്ങനെ എല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു,
ഇതുപോലെ നല്ല വാക്ക് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് നിങ്ങളുടെ സാമീപ്യം വല്ലാതെ സന്തോഷം തോന്നുന്നു. അങ്ങനെ അവരിലുള്ള രോഗം ബാധിച്ച ആളുകളുടെ അടുത്ത് പോയിരിക്കും, ഇവരുടെ കൂടെ എല്ലാവരുടെ കൂടെയും പോയിരിക്കും. അവസാനം അവിടെ ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. ഒരുപാട് ആളുകൾക്ക് എല്ലാവരും അവിടെ ഒരു നല്ലൊരു സമൂഹമായി മാറിയെന്ന്, അല്ലെങ്കിൽ നല്ല ഒരു ക്ലൈമറ്റായി അതിനുള്ളിലുള്ളവർ മാറി എന്നതാണ്. അപ്പോൾ ഈ പോകുന്ന രണ്ടാളുകൾ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതേ സമയത്ത് ജയിലടക്കപ്പെടുന്ന രണ്ട് ഫത്തയാനി, അവര് ഇദ്ദേഹത്തിലെ ഈ ക്വാളിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ഇതൊരു നല്ല മനുഷ്യനാണല്ലോ എന്നുള്ള നിലക്ക് പിന്നീട് യൂസുഫ് നബിയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സ്വപ്നം കണ്ടൊരു വിഷയമുണ്ട്. നിങ്ങളെ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മുഹ്സിനീങ്ങളിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഭക്ഷണത്തിൻ്റെ സമയമുണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ ഞാൻ പറയാം. എനിക്കതറിയാം. അല്ലാതെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കാഹിനൊന്നുമല്ല. ഞാൻ മറ്റെന്തെങ്കിലും ഒന്ന് പറയല്ല, ഊഹിച്ച് പറയുകയല്ല. എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അതടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ അവരുടെയൊക്കെ ആരാധനയിൽ ഇദ്ദേഹത്തിന് യൂസുഫ് നബിക്ക് മനസ്സിലായിന്ന ബിംബങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ചെറുതും വലുതും നീളവും തടിച്ചവും മെലിഞ്ഞുമായ ഒരുപാട് ബിംബങ്ങളുണ്ട്. മുത്തഫർരിഖൂൻ, വ്യത്യസ്തങ്ങളായ കോലത്തിലും നിറത്തിലുള്ള ദൈവങ്ങൾ, അതായത് ബിംബങ്ങളെ ഇവരൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരോടൊക്കെയായി ഈ രണ്ടുപേരെ മുന്നിൽ വെച്ചുകൊണ്ട് യൂസുഫ് നബി ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുറേ ദൈവങ്ങളാണോ, അതല്ല ഏക ദൈവമാണോ ഏറ്റവും നല്ലത്, ഖൈർ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ രണ്ടുപേരോട് മാത്രമല്ല. അപ്പോൾ അവരെയൊക്കെയും ആ ഒരു കാരാഗൃഹ ജീവിതത്തിലും തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വിമുഖത കാണിക്കാത്ത യൂസുഫ് നബിയുടെ ചരിത്രം. അതാണ് യൂസുഫ് നബിയുടെ ചരിത്രമായിട്ട് നമ്മൾ വായിക്കുന്നത്. അല്ലാതെ കിണറ്റിൽ വീണ് ആടുന്ന ആരോ കൊണ്ടുപോയി, കിണറ്റിലിട്ട് ആടുന്ന ആരോ എടുത്തുകൊണ്ടുപോയി വിറ്റ്, പിന്നെ ഒരു പുരയിലെത്തി ആടുന്ന് കുടുങ്ങി ജയിലിൽ പോയി, പിന്നെ ആടുന്ന് ഇങ്ങനെ പിന്നീട് പുറത്തു വന്ന്, ഇങ്ങനെ ഒരു ചരിത്രം പോരാ. അതിലപ്പുറം നമുക്കുള്ള ഗുണപാഠം. ഇപ്പോൾ പെൺകുട്ടികൾ നല്ല തൗഹീദും കാര്യവും ഒക്കെ പഠിച്ച് ഉഷാറായി ഒക്കെ റെഡിയാണ്. നല്ല തൗഹീദി ചുറ്റുപാടിൽ 18, 19, 20 വർഷം വരെ ജീവിച്ചു, വളർന്നു. വാപ്പയമ്മയൊക്കെ ഖുർആൻ ക്ലാസ്സിനൊക്കെ കൊണ്ടുപോയി, സമ്മേളനങ്ങൾക്കൊക്കെ കൊണ്ടുപോയി ഒക്കെ പഠിച്ച് കുറേ ആലോചനകളൊക്കെ നടന്നു നോക്കിയപ്പോൾ ഒന്നും ശരിയായില്ലെന്ന് തോന്നി. ഇപ്പോൾ അവസാനം വന്നത് ഏതായാലും വേണ്ടിയില്ല, വാപ്പയമ്മയും മെല്ലെ സ്കൂട്ടാൻ തുടങ്ങി. ഒരു പറഞ്ഞ് അതൊന്നും നോക്കിയിട്ടൊന്നും ഇപ്പോൾ കാര്യമില്ല, അങ്ങനെ ഒന്നും നോക്കണ്ട, ഏതെങ്കിലും ഒന്ന് ആയാലും മതി, കുഴപ്പമൊന്നും നിൽക്കേക്ക് നോമ്പ് വയ്ക്കുകയും ചെയ്താൽ മതി. അങ്ങനെയാണല്ലോ പിന്നെ പറയാ, നിൽക്കേക്ക് നോമ്പ് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ സംഘടന, അങ്ങനല്ലേ ഇങ്ങനല്ലേ ഒക്കെ വലിയ കച്ചറയല്ലേ, അതിനല്ലേ സംഘടന എന്നൊക്കെ ചോദിക്കും. അന്നേരം അതുവരെ ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. അന്നേരം അതൊക്കെ ചോദിച്ച് മെല്ലെ അങ്ങോട്ടാണ് വിടും. പിന്നെ ആ സാധു പെൺകുട്ടി പള്ളിയിൽ പോയില്ല, ക്ലാസ്സിലില്ല, ഖുർആൻ ക്ലാസ്സുകൾക്കില്ല, സമ്മേളനം അറിയില്ല, ഒന്നുമില്ലാതെ അങ്ങനെ അത് അങ്ങോട്ട് ചായഞ്ഞു പോവുക. നേരെ മറിച്ച് ആ പഠിച്ച കാര്യത്തെ അതേപോലെ ഏത് കുടുംബത്തിൽ ചെന്നാലും, അങ്ങനെ കല്യാണം കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, അങ്ങനെ ഏത് കുടുംബത്തിൽ ശിർക്ക് കൊടികുത്തിയ വിദഅത്തുകൾ നിറഞ്ഞ ഒരു കുടുംബത്തിലേക്കാണ് ഒരു സഹോദരൻ തൗഹീദുള്ള പെൺകുട്ടിയെ കൊണ്ടുപോയതെങ്കിൽ ആ കുടുംബത്തിൽ താൻ പഠിച്ച ആദർശം പഠിപ്പിച്ചു കൊടുക്കാനുള്ള കരുത്ത് വീണ്ടെടുക്കുന്നുണ്ടെങ്കിൽ, നിലനിർത്തുന്നുണ്ടെങ്കിൽ യൂസുഫ് നബിയുടെ പാരമ്പര്യമുണ്ട് എന്ന് പറയാം. അതാ യൂസുഫ് നബിയുടെ ചരിത്രം. അല്ലാതെ ഓള് മാത്രം എന്താക്കാനാ, ഞാൻ മാത്രം എന്താക്കാനാ അല്ല. ഓൻ്റെ അരയിലുള്ള കറുത്ത ചരട് പൊട്ടിച്ചെറിയാൻ തന്നെ ആട് പോയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് വലിച്ചെറിയാനല്ല, അതൊറ്റ പൊട്ടിക്കലേ ഉണ്ടാവും. തന്ത്രപൂർവം ബോധ്യപൂർവം ബോധ്യപ്പെടുത്തിയിട്ട് അതഴിച്ചു മാറ്റി, കൈമല ചരടഴിച്ചു മാറ്റി, ചരടിലല്ല ശരണം, അള്ളാഹുവിലാണ് ശരണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏത് സാഹചര്യത്തിലേക്ക് എത്തിയാലും അവിടെ താൻ പഠിച്ച, മനസ്സിലാക്കിയ ഉറച്ച ആദർശത്തെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അപ്പോഴാണ് അത്രയും കാലം കൊണ്ടുവരുന്ന ആദർശത്തോട് കൂറുള്ളവരാവുക. അല്ലാതെ
കല്യാണത്തോടെ തീർന്നു അത്. സാഹചര്യം ശുദ്ധമാക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എത്തിപ്പെട്ടതെങ്കിൽ അവിടെ തൗഹീദ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് അതിലേറെ ആ വ്യക്തിയുടെ ബാധ്യതയും ആണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ആയത്തും അർത്ഥവും പറയാം. ഇന്ന് പഠിക്കേണ്ട ഭാഗത്തുള്ള കണ്ടന്റാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 36-ാമത്തെ വചനം മുതൽ പുതിയ ഭാഗം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദഖല മഅഹു السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون.
ഞാനൊരു വിഷയം പാരായണം ചെയ്ത് തീർത്തു എന്നേ ഉള്ളൂ. 2 or 3 ആയത്തുകൾ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പാരായണം ചെയ്തതാണ്. ഓക്കെ, 36-ാമത്തെ വചനം ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ودخل معه السجن فتيان ودخل معه السجن فتيان. ഇതാണ് ആയത്ത് അല്ലേ? ودخل معه السجن കൂട്ടി വായിക്കുമ്പോ معه السجن ودخل معه السجن فتيان. ഓതോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഒന്നുകൂടെ. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا ഓക്കെ, ഖംറൻ എന്നാണുള്ളത്. നിർത്തുമ്പോൾ ഖംറ. ഓക്കെ. وقال الآخر إني أراني أحمل إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله. അവിടെ നിർത്തുമ്പോ കൂട്ടി വതാണെങ്കിൽ ബിതഅ്വീലിഹി ഇന്നാ എന്നതാണ്. തൽക്കാലം നമുക്ക് നിർത്താം അല്ലേ? നബ്ബിനാ ബിതഅ്വീലിഹി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഇനി നോക്കി നോക്കൂ ഒന്നിച്ച് എല്ലാവരും കൂടെ. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. നമ്മളതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു, പാരായണ ഭാഗം പറഞ്ഞു. ഇനി അർത്ഥവും കൂടെ വാക്ക് തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ചിലപ്പം മനപ്പാടാക്കാൻ എളുപ്പമുണ്ടാവും. ودخل معه السجن فتيان. ദഖല പ്രവേശിച്ചു. വദഖല അങ്ങനെ അതുപോലെ പ്രവേശിച്ചിട്ടുണ്ട്. മഅഹു അദ്ദേഹം പ്രവേശിക്കേണ്ടി വന്ന സമയത്ത് തന്നെ ഇവരുടെ കൂടെ തന്നെ മഅ യൂസഫ്
വദഖല മഅഹു എവിടെ? അസിജ്ന, സിജ്ൻ, ജയില്, തടവറ. തടവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ പ്രവേശിച്ചു. ഫതയാനി, ഫത ബിൽ യാ അലിഫ് ലയ്യിന, ഫത ഫ ത യ, മൂസ എന്നൊക്കെ എഴുതുന്ന പോലെ. ഫത എന്ന് ഏകവചനം എഴുതുമ്പോൾ മൂസ എന്നത് ത കഴിഞ്ഞിട്ട് അലിഫ് ലയ്യിനയാണ്, യാ പോലെ യാ ആണ് എഴുതേണ്ടത്. സിജ്ന, ജയിലിൽ കടന്നു. ഫതയാനി, ഫത ഫതയാനി, രണ്ടാള് തസ്നിയത്താണ്. വദഖല മഅഹു സിജ്ന ഫതയാനി, രണ്ടുപേര് കടന്നു, പ്രവേശിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടായില്ലേ പിന്നെ പറഞ്ഞ്, ആയത്തിൽ ഇങ്ങനെ ഇവിടെ തന്നെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കേറിയും തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ആയിക്കോ അല്ല, ഇത് ഇങ്ങനെ പറഞ്ഞു പോവാണല്ലോ. അപ്പൊ അതിനൊക്കെ താമസം ഉണ്ടാകും. 1 വർഷത്തോളം ഇവർ രണ്ടുപേരും ജയിലിലാണ്. ഫതയാനി 1 വർഷത്തോളം രണ്ടുപേരും ജയിലിലാണ്. അപ്പൊ അതിനുള്ളിൽ ഒരു സമയം, ഏതായിരുന്നാലും അദ്ദേഹത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രോഗികളെ പരിചരിക്കുന്നു, ചെന്നിരുന്ന് സമാധാനിപ്പിക്കുന്നു, കൂടെ ഇരുന്ന് സംസാരിക്കുന്നു, തൗഹീദ് പറയുന്നു, നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു, ചിരിക്കുന്നു, പ്രസന്നവദനായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആവുന്നത് കണ്ടപ്പോൾ ഒരു നല്ല മനുഷ്യൻ, ഇതുവരെ ഞങ്ങളോട് ഇങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ എന്നൊരു ചോദിച്ചല്ലോ. അങ്ങനെ അവര് അദ്ദേഹത്തോട് പറയാണ്, ഖാല അഹദുഹുമ, അതിലൊരാൾ പറഞ്ഞു. ഇവർ രണ്ടും ഒരു സ്ഥലത്തു നിന്നുള്ളവരാണ്, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്, ഭക്ഷണവും വെള്ളവും അങ്ങനെ ജയിലിലടക്കപ്പെട്ടതാണ്. ഏതായാലും ഖാല അഹദുഹുമ, അതിലൊരാൾ പറഞ്ഞു. ഖാല പറഞ്ഞു, അഹദു ഒരാൾ, ഹുമ അവർ രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞു, ഇന്നി അറാനി ആസിറു ഹംറൻ. ഇന്നി തീർച്ചയായും ഞാന് അറാനി എന്നെ കണ്ടു. അറാന്നല്ല, കണ്ടു. അറാനി എന്തായിട്ടാ കണ്ടത്? ആസിറു, സ്വപ്നം കാണുന്നു ഞാൻ. ഞാൻ കാണുന്നു. ആസിറു ഹംറൻ. അസീർ എന്ന് പറഞ്ഞാൽ എന്താ? അസറ എന്നതാ വാക്ക്. അസീർ അയിനാണ്. അസീർ ജ്യൂസിനൊക്കെ പറയും. ജ്യൂസ് ഇപ്പൊ പറഞ്ഞ ജ്യൂസ് അല്ലേ, ജൂതന്മാർ എന്നുള്ള ജ്യൂസ് അല്ല, കുടിക്കുന്ന ജ്യൂസ്. അറാനി ആസിറു, ഞാൻ പിഴിഞ്ഞെടുക്കുന്നു, ഞാൻ ജ്യൂസ് അടിക്കുന്നു അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കുന്നു. ഹംറൻ അഥവാ ഇന്നി അറാനി ആസിറു ഇനബൻ, ഞാൻ മുന്തിരി പിഴിഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നു, വീഞ്ഞുണ്ടാക്കുന്നതായിട്ട് കാണുന്നു. സ്വപ്നം കാണുക, ഞാൻ വീഞ്ഞുണ്ടാക്കുന്നവനായിട്ടാണ് എന്നെ കാണുന്നത്. അതെന്താ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. നബ്ബി നാബി തഅ്വീലിഹി, നബ്ബി പറഞ്ഞു തരണം. ഞങ്ങൾക്ക് രണ്ടാളും പറഞ്ഞിട്ടാണ് ഇത് പറയുന്നതെന്ന് അർത്ഥം. രണ്ടാളും പറഞ്ഞു, നബ്ബി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ബി തഅ്വീലിഹി, അതിൻ്റെ തഅ്വീൽ വ്യാഖ്യാനം, സ്വപ്ന വ്യാഖ്യാനം. മറ്റേ ആളെന്താ പറഞ്ഞത്? വഖാലൽ ആഖറു, മറ്റേയാൾ. അഹദുഹുമ അതിലൊരാൾ, ആഖറു മറ്റേയാൾ. വഖാലൽ ആഖറു, മറ്റേ ആൾ പറഞ്ഞു, ഇന്നി അറാനി, ഞാൻ കാണുന്നത്, അഹ്മിലു, ഹമല യഹ്മിലു, കൊണ്ടുപോവുക, വഹിക്കുക, ചുമക്കുക. ഫൗഖ റഅസി, ഞാൻ എൻ്റെ തലയിൽ, ഫൗഖ റഅസി, റഅസ് ഫൗഖ റഅസി, ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ കൊണ്ടുപോവുക. എന്ത്? ഖുബ്സൻ, ഖുബ്സ്
അപ്പം, റൊട്ടി, പത്തിരി, എന്തോ കൊണ്ടുണ്ട്, ഹുബ്സ് കൊണ്ടുണ്ട് തിന്നാനുള്ളത്. പക്ഷേ തഅ്കുലു ത്വയ്റു മിൻഹു, എന്ത് ചെയ്യുന്നുണ്ട്? ഞാനിങ്ങനെ കൊണ്ടുപോകാൻ പക്ഷികൾ വന്ന് കൊത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇതിങ്ങനെ കാണുന്നുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനെ വിഷയങ്ങളോട് പറയാനുണ്ട്. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ഞങ്ങള് നറാക, താങ്കളെ ഞങ്ങൾ കണക്കാക്കുന്നത്, കാണുന്നത്, മിനൽ മുഹ്സിനീന, നല്ലവരിൽപ്പെട്ട ഒരു നല്ല ആളായിട്ട് ഞാൻ തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നൊന്നുമല്ല, ഇവിടെ വന്ന് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഇയാളോട് ചോദിക്കാമെന്ന് എനിക്ക് തോന്നുകയാണെന്ന് അർത്ഥം. ഒരു നല്ലൊരു മനുഷ്യനായി ഞങ്ങൾക്ക് തോന്നുന്നു. മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾക്ക് ഇതെന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? അവനോടൊപ്പം 2 യുവാക്കളും ജയിലിൽ പ്രവേശിച്ചു. ആയത്തോതു അത്രയും. അദ്ദേഹത്തോടൊപ്പം, യൂസുഫിനോടൊപ്പം 2 യുവാക്കളും ജയിലിൽ പ്രവേശിച്ചു. പറഞ്ഞേ. ഫതയാനി, അവരിൽ ഒരാൾ പറഞ്ഞു, ഖാല അഹദുഹുമ, ഞാൻ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കാണുന്നു. അഅ്സിറു ഖംറൻ, ഖംർ. മറ്റൊരാൾ പറഞ്ഞു, വഖാലൽ ആഖറു, ഒരക്ഷരം അധികം വായിക്കരുത് നിങ്ങൾ, ഞാൻ എൻ്റെ തലയിൽ റൊട്ടി ചുമക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പറവകൾ തിന്നുകയും ചെയ്യുന്നതായി കാണുന്നു. പക്ഷികൾ തിന്നുന്നു, പക്ഷികൾ തിന്നുന്നു, അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷികൾ തിന്നുന്നു. ത്വയ്റു മിൻഹു, അതിൽ നിന്ന്. ഏതിൽ നിന്ന്? മിൻ ഐ, മിനൽ ഖുബ്സ് അല്ലേ? മോളുടെ കോട്ടയിൽ നിന്നുള്ള ഹുബ്സ് ഇങ്ങനെ തിന്നുന്നു. അപ്പൊ അടുത്തത്, പിന്നെ ഞങ്ങൾ താങ്കളെ കാണുന്നത് സദ്വൃത്തരിൽപ്പെട്ടയാളായിട്ടാണ്. മിനൽ മുഹ്സിനീൻ, ഞങ്ങൾക്ക് താങ്കൾ അതിന്റെ വ്യാഖ്യാനം വിവരിച്ചു തരൂ. ഓക്കെ, അപ്പൊ അങ്ങനെ അത് പഠിക്കുക. യൂസുഫ് ഫതയാനി ഖാല അഹദുഹുമാ ഇന്നി റഅയ്തു ഫിൽ മനാമി അന്നി അഅസിറു ഇനബൻ ലിയസീറ ഖംറൻ, ഞാൻ മുന്തിരി പിഴിഞ്ഞ് കള്ളാക്കിയെടുക്കുന്നത് കാണുകയാണ്. വഖാലൽ ആഖറു ഇന്നി റഅയ്തു അന്നി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സൻ തഅകുലു അത്വയ്റു മിൻഹു അഖ്ബിർനാ യാ യൂസുഫ ബിതഫ്സീരി മാ റഅയ്നാ ഇന്നാ നറാക മിനൽ ലദീന യുഹ്സിനൂന ഫീ ഇബാദതിഹിം ലില്ലാഹ് വമുആമലതിഹിം ലിഖൽഖിഹി. അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം രാത്രിയിൽ നമസ്കാരം വിടാതെ നമസ്കരിക്കാറുണ്ടായിരുന്നു. രാത്രി നമസ്കാരം കൃത്യമായി നിർവഹിക്കാറുണ്ടായിരുന്നു. രാത്രിയിൽ ഒരുപാട് സമയം നമസ്കരിക്കാറുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പെട്ടെന്ന് യൂസുഫ് നബി നമസ്കാരം നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്നൊക്കെ തോന്നും. അതല്ല, രാത്രിയിലെ ഇബാദത്തിൽ മുഴുകിയിരുന്ന ആളായിരുന്നു. യുസല്ലി അല്ലൈല കുല്ലഹു എന്നൊക്കെ തഫ്സീറിൽ കാണാം. രാത്രിയിൽ ഒരുപാട് സമയം നിസ്കരിക്കുക. അതാണ് ഇവർ പ്രത്യേകം അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സൂചിപ്പിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു മനുഷ്യനെ തോന്നിയത് അതുകൊണ്ടാണ്. ഇല്ലെന്താ തോന്നണ്ടേ? ജയിലിറക്കപ്പെട്ടാല് എന്തോ ചെയ്തിട്ട് വന്നല്ലേ. അതും അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടതെന്താ? എന്നിട്ട് സാഹിബു സിജിന് മൂപ്പരെടുത്ത് വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഒരു ദിവസം, പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങളായിരുന്നു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞപ്പം സിറുകൾ പറയുന്ന കാര്യം ആയത്തുകളിലുള്ളതല്ല, ഡയറക്റ്റ് അല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം ആകെ ഇടങ്ങറായി. യൂസുഫ് നബി എന്തായിരിക്കും പറഞ്ഞത്? ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരു പേടിയാ യൂസുഫ് നബിക്ക്. എന്താ? മൂപ്പർ പ്രശ്നം മുഴുവനും ബാക്കിയുള്ളവർ ഇഷ്ടപ്പെട്ടതാ. മൂപ്പർ പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് എന്നോടുള്ള ഇഷ്ടമാണ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ കൊണ്ടുപോയി എന്താക്കിയേ, എനിക്ക് അപകടത്തിൽ പറ്റി. അതുകൊണ്ട് നിങ്ങൾ എന്നെ അങ്ങനെ സ്നേഹിക്കുന്നതിന് ഞാൻ ഔദു ബില്ലാഹി എന്ന് പറഞ്ഞേ, ഔദു ബില്ലാഹി മിൻ ഹുബ്ബിക, നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് ശരണം തേടുന്നു. ഓലി മദാലിക്, അതെന്തിനാന്ന് വെച്ചപ്പോൾ മൂപ്പർ പറയാ, അതെ
ഇഷ്ടമാണ് ഞാൻ ഇങ്ങനൊക്കെ ആയത്. എൻ്റെ ബാപ്പാക്ക് എന്നോടുള്ള വല്ലാത്ത ഇഷ്ടമാണ്, ബാക്കിയുള്ളവരെന്നെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല എൻ്റെ സയ്യിദത്ത് എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്, നിങ്ങൾ കാണുന്ന അവസ്ഥയിൽ ഞാൻ എത്തിയത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെടണ്ട, ഞാൻ കഷ്ടപ്പെടൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കഷ്ടപ്പെടും എന്നുള്ള പേടിയാണ് ഉണ്ടായത്. ഏതായിരുന്നാലും മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാവാനുള്ള കാരണം ആ ജയിലറ മുഴുവനും അവിടെ പോയി എഴുതുക, ഖുർആൻ പഠിക്കുക, ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തുക, അത് തന്നെ. അപ്പോൾ നമുക്കും ചില ചരിത്രങ്ങളൊക്കെ ഇവിടെ നമ്മളും കാണുന്നുണ്ടാകാം, ചില വ്യക്തികളൊക്കെ നമ്മുടെ മനസ്സിലും വരുന്നുണ്ടാകാം. അപ്പം അവിടെ നിന്ന് നരകിച്ച് തീർന്നു പോകല്ല. ശാരീരികമായ നരകയാതനകളോ വിഷമങ്ങളോ മാനസികമായ പീഡനങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും തൻ്റെ റബ്ബിലേക്കുള്ള ഒരു മർമ്മ തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിൽ തന്നെ അത് തിരുത്താനുള്ള ഒരു അവസരമായി അതിനെ കാണുകയും അതിലകപ്പെട്ട് അലിഞ്ഞു തീർന്നു പോകാതെ മരണം വരെ അതിനുള്ളിൽ നിന്ന് ഇബാദത്തും ദിക്റും ഖുർആൻ പാരായണങ്ങളും പഠനങ്ങളും തൻ്റെ എഴുത്ത് ധർമ്മങ്ങളും ഒക്കെ നിർവഹിച്ച ഒരുപാട് ആളുകളുണ്ട്. ജയിലിൽ നിന്ന് എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ ജീവിതത്തിന്റെ തടവറ, ഇപ്പൊ ഈ ജയിൽ എന്ന് പറയുമ്പോൾ കേവലം ഒരു ജയിലറ തന്നെ നോക്കണ്ട, ജീവിതത്തിന്റെ ചില തടവറയിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു പോകലല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടി ആണിൻ്റെ വീട്ടിൽ പോയാലും ആണ് ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ എത്തിപ്പെട്ടാലും ഒക്കെ അതിലൊക്കെ അപ്പുറം അപകടം ബാധിച്ച് കിടന്നു പോയാൽ അവിടെയല്ല, അവിടുന്ന് അപ്പുറത്തുണ്ട്. കാലിൻ്റെ താഴെ തളർന്നു പോയവനാണ് എങ്കിലും തീർന്നു എന്നല്ല, അതിനപ്പുറത്ത് എനിക്ക് എൻ്റെ ധർമ്മം നിർവഹിക്കാൻ എനിക്ക് ഇതിലൂടെയും കഴിയും എന്നതാണ്. അങ്ങനെ വർഷങ്ങൾ അവിടെ കിടന്നിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞത് 70 വർഷത്തിന് ശേഷമാണ് പിന്നീട് എവിടെ എത്തുന്നത്? ആരെ കാണുന്നത്? കുടുംബത്തിനെ തിരിച്ച് കാണുന്നത്. അത്രയും കാലം ജയിലും മറ്റു സ്ഥലങ്ങളിലും കിണറും യാത്രയും പ്രശ്നങ്ങളും ചർച്ചകളും കേസും കൂട്ടവും ഒക്കെ ആയിട്ട് പോയില്ലേ? അവിടെയൊക്കെ പിടിച്ചു നിന്നു. വെറുതെ ഒന്നല്ല ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇഹ്സാൻ എവിടെയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഈ യൂസുഫ് നബിയുടെ ചരിത്രത്തിന്റെ ഈ ഭാഗം പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ സമയം അതിക്രമിച്ചു എന്ന്. അടുത്ത ആയത്തും കൂടെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ ആ ആയത്തോതു ആശയം വരും നോക്കാം. വദഖല മഅഹു സിജ്ന ഫതയാൻ قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله കുറച്ചുകൂടെ ആയത്ത് ഓർമ്മ വരുന്നില്ലേ? ഓക്കെ, ആ ഒരു രണ്ടാള് പറഞ്ഞത് ഓർത്താൽ മതി. രണ്ടാള് കൂടെ പ്രവേശിച്ചിരുന്നു. അതിലൊരാള് അവർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, മറ്റേയാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. രണ്ടാളും അതിൻ്റെ തഅ്വീൽ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ മുഹ്സിനീങ്ങളിൽ പെടുന്നു എന്ന് കാണുന്നു എന്നും പറഞ്ഞു. അത് ഓർത്താ ആയത്തെ. ശരി, അപ്പൊ അദ്ദേഹം പ്രതിവചിച്ചു, ഓക്കെ റെഡിയാണ്, പറഞ്ഞു തരാമല്ലോ. അവിടെ എത്തുമ്പോൾ എല്ലാവരും തുർസഖാനിഹി എന്നുള്ള വാക്കിലേക്ക് ആദ്യം നോക്കുക. അതുകൊണ്ട് ത്വാം ഓതാനൊക്കെ ലേശം സമയം ഉണ്ടാവും, ഒരു കെട്ടിക്കൊടുക്ക് തോന്നും. തുർസഖാനിഹി ഒന്ന് പഠിച്ചാൽ മതി. തുർസഖാനിഹി അതിന്റെ മുമ്പ് ത്വാമും തോന്നും മണിക്കാനുണ്ടല്ലോ. ത്വാമും തുർസഖാനിഹി ഓതും. ത്വാമും തുർസഖാനിഹി إلا نبأتكما
إلا نبأتكما بتأويله قبل أن يأتيكما. അവിടം വരെ ഒന്നിച്ചു പോകാൻ പറ്റുമോ നോക്കണം അല്ലേ? قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله من قبل أن يأتيكما. രണ്ട് സ്ഥലത്ത് യഅ്തിയകുമ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് യഅ്തിയകുമാന്നും ഒരു സ്ഥലത്ത് യഅ്തീകുമാന്നുമാണ്. അത് ഓർത്തു വെച്ചാൽ മതി. ആദ്യത്തത് യഅ്തീകുമ എന്നാണ്, രണ്ടാമത്തത് യഅ്തിയകുമ എന്നാണ്. യഅ്തീകുമ എന്നാണ് വാക്ക്. ഇപ്പൊ രണ്ടാമത്തെ സ്ഥലത്ത് യാന്നാക്കിയത് രണ്ടാമത്തേന് യാ ആക്കേണ്ടിയിട്ടല്ല, അതിനു മുമ്പ് അൻ വന്നിട്ടാണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. അൻ യഅ്തിയ കേട്ടോ. അൻ വന്നാൽ യഅ്തിയ എന്ന് ഫത്ഹ കൊടുക്കണം അവസാന അക്ഷരത്തിൽ. മുളാരിയായ ഫീലിന്റെ അവസാനത്തിൽ നസ്ബ് ചെയ്യണം എന്നാ പഠിക്കാം. ഓക്കെ. ذَلِكُمَا مِمَّا عَلَّمَنِي رَبِّي علمني ربي إني تركت ملة قوم لا يؤمنون ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. ഒന്നുകൂടെ ഓതും എല്ലാവരും കൂടെ. قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. ഗംഭീരമായ ദഅവത്ത നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഖാല ലാ യഅ്തീകുമാ, ഖാല ലാ യഅ്തീകുമാ തആമുൻ. തആം ഇത്ആം ഇത്ആം എന്നതാ ഏത് ഹോട്ടല്? ഹോട്ടലിന്റെ പണി എന്താ? എല്ലാ ഹോട്ടലിലും ആശയാർത്ഥത്തിൽ എന്താണ്? ഇത്ആമാണ്. എന്താ ഇത്ആം എന്ന് പറഞ്ഞാല്? ഭക്ഷണം കൊടുക്കല്, തീറ്റിക്കല് അല്ലേ? ഓക്കെ. ഇത്ആം തഅമ ഭക്ഷിച്ചു, ടേസ്റ്റ് ചെയ്തു, രുചിച്ചു. തുഅമു തആം ഭക്ഷണം. മത്അം അടുക്കള അല്ലേ? ഭക്ഷണശാല. ഓക്കെ. ലാ യഅ്തീകുമാ തആമുൻ. അതാ യഅ്തി എത്തുക, വരിക, കിട്ടുക. ലാ യഅ്തീകുമാ നിങ്ങൾക്ക് രണ്ടാക്കും ഭക്ഷണം ലാ യഅ്തി ഭക്ഷണം വരില്ല, എത്തൂല. ഇതിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോ നിങ്ങൾക്ക് രണ്ടാക്കും ഭക്ഷണം കിട്ടൂല എന്ന് പറഞ്ഞ് അതിന്റെ ബാക്കി പറയണം അല്ലേ? ലാ യഅ്തീകുമാ തആമുൻ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് രണ്ടാക്കും ഭക്ഷണം എത്തുകയില്ല. അഥവാ തുർസഖാനിഹി, തുർസഖാ നിങ്ങൾ രണ്ടാളും
നിങ്ങൾക്ക് ഉണ്ടാക്കും തീറ്റിക്കപ്പെടാൻ കിട്ടാൻ തിന്നാൻ വേണ്ടി അത് നിങ്ങൾക്ക് രണ്ടാക്കും തിന്നാനുള്ള ഭക്ഷണം നിങ്ങൾക്ക് എത്തൂല ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലിഹി. രണ്ടു വാക്ക് നേരത്തെ പറഞ്ഞതാ. നബ്ബിഅനാ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ, നബ്ബഅ പറഞ്ഞു കൊടുക്കുക, അറിയിക്കുക, വിവരിച്ചു കൊടുക്കുക. നബഅ വർത്തമാനം, വൃത്താന്തം, വിവരണം, വാർത്ത. ഇല്ല അല്ലാതെ, നബ്ബഅതു ഞാന് പറഞ്ഞു തന്നിട്ടല്ലാതെ, കുമാ നിങ്ങൾക്ക് ഉണ്ടാക്കും ഞാൻ പറഞ്ഞു തന്നിട്ടല്ലാതെ സാധാരണ നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം നെക്സ്റ്റ് ടൈം കിട്ടൂല. അതെന്താ അതിൻ്റെ അർത്ഥം? ഇനി ഏതായാലും ഞാൻ പറഞ്ഞു തന്നിട്ട് തിന്നാതിങ്ങളെന്നാ അല്ല പിന്നെ അതാണ് ആ ഭാഷയുടെ പ്രയോഗം ഉണ്ടല്ലേ. ഞാൻ അതിന് മുമ്പ് തന്നെ പറഞ്ഞു, അടുത്ത ഫുഡ് ടൈമിന് മുമ്പ് തന്നെ നമുക്ക് നോക്കാലോ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഖബ്ല അൻ യഅതിയകുമാ, അത് നിങ്ങൾക്ക് രണ്ടാക്കൂ എത്തുന്നതിന് മുമ്പ്, സാധാരണ നിങ്ങൾക്ക് തിന്നാൻ കിട്ടുന്ന ഭക്ഷണം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ. അതെ, ഞാനെന്തോ പറയുന്നൊന്നുമല്ല, ഞാൻ ഇത് പറയാനുള്ള വേറെന്തോ മനുഷ്യനൊന്നുമല്ല. നിങ്ങളെ നാട്ടിൽ ഇവിടെ ഉള്ള മാതിരി എന്തെങ്കിലുമൊക്കെ വിളിച്ചറിയാൻ അതൊന്നും എനിക്കറിയില്ല. മറിച്ച് ഞാനൊരു കാഹിനല്ല, ഞാനൊരു ജ്യോത്സ്യനല്ല, അങ്ങനെ ഇങ്ങനെ ഒന്നും പറയുന്ന ഒന്നുമല്ല, ഗസ് ചെയ്ത് പറയുന്ന ഒന്നുമല്ല. മറിച്ച് എന്താണ് എൻ്റെ വർത്തമാനത്തിൻ്റെ പിന്നിലെ രഹസ്യം? നിങ്ങളെ രണ്ടാളെ കാര്യവും പറഞ്ഞു തരിക എന്നുള്ളത് എനിക്ക് എൻ്റെ റബ്ബ് തന്ന അറിവാണ്. അല്ലമനി റബ്ബി ദാലികുമാ മിമ്മ അല്ലമനി റബ്ബി. നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്ക് അത് സ്വന്തം കറാമത്താക്കുന്ന ആൾക്കാരാ. എന്നിട്ട് അവനാൻ്റെ കറാമത്താക്കിയിട്ട് കറാമത്തിൻ്റെ പെട്ടി ഇങ്ങോട്ട് വലുതാക്കിയിട്ട് അത് സ്വന്തം കൊണ്ടെടുക്കുക. പിന്നെ അയിമൽ ഇങ്ങോട്ട് വീർക്കുകയാണ് നമ്മളെ നാട്ടിലെ ആൾക്കാർ. നേരെ മറിച്ച് ഇവിടെ എന്ത് ചെയ്യാണ്? എൻ്റെ റബ്ബെന്നെ പഠിപ്പിച്ച കാര്യമാണത്, അത് ഞാൻ പറഞ്ഞു തരാമല്ലോ. അടുത്ത ഭക്ഷണത്തിന് മുമ്പ് നമുക്കത് പറയാം. മിമ്മ അല്ലമനി റബ്ബി, അല്ലമ പഠിപ്പിച്ചു. ഇന്നി തറക്തു, മാത്രമല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിന്റെ റൂട്ട് നോക്കണം, നിങ്ങൾ പറയാൻ കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തി വെക്കണം. ഇന്നി തറക്തു, നിങ്ങളെ വിചാരിച്ച പോലെ അങ്ങനൊന്നുമല്ല, ഞാനിത് വേറെന്തോ പറയുന്നല്ല. എനിക്ക് വഹി അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്. ഞാൻ എൻ്റെ ഒരു ആദർശം തന്നെ, ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതിഹിം കാഫിറൂൻ. അർത്ഥം പറഞ്ഞോളി, ആശയം പറഞ്ഞാൽ മതി. ഞാൻ തറക്തു, ഞാൻ എന്നോ വിട്ടിട്ടുണ്ട്, അഥവാ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്, എനിക്കില്ല. എന്ത്? തറക്തു ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. മില്ലത്ത് മാർഗം. നമ്മൾ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയില്ലേ? ഇബ്രാഹിമി മില്ലത്തിലല്ലേ നമ്മള്. അപ്പൊ ഞാൻ മാർഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഏത് മാർഗം? ഖൗമിൻ, ഒരു ജനതയുടെ. എങ്ങനത്തെ ആൾക്കാരുടെ? ലാ യുഅ്മിനൂന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത. വഹും ബിൽ ആഖിറതിഹിം കാഫിറൂൻ, അതേപോലെ കാഫിറത്തിലും വിശ്വാസമില്ലാത്ത, നിഷേധിക്കുന്ന ആളുകളെ. അദ്ദേഹം അഥവാ യൂസുഫ് നബി പറഞ്ഞു, നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകപ്പെടാറുള്ള ഭക്ഷണം വന്നെത്തുന്നതിന് മുമ്പായി അതിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതിരിക്കില്ല. എൻ്റെ രക്ഷിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നതിൽ പെട്ടതാണ് അത്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും പരലോകത്തെ നിഷേധിക്കുന്നവരുമായിട്ടുള്ളവരുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വഹും ബിൽ ബഅസി വൽ ഹിസാബി ജാഹിദൂന, അവർ ബഅസിൽ, പുനർജന്മത്തിലും വിചാരണയിലുമൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ്. ആ മാർഗമൊന്നും ഇല്ലാത്ത അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു ആദർശത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യമൊക്കെ വേണം. ഞാൻ പിൻപറ്റുന്ന മാർഗം ഏതാണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. വത്തബഅതു മില്ലത ആബാഇ എന്ന് തുടങ്ങി ഇസ്ഹാഖ്, യാക്കൂബ്, ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെയൊക്കെ മാർഗത്തെ കൃത്യമായി അവരുടെ മുമ്പിൽ വരച്ചു കാണിച്ചു കൊടുക്കുന്ന ജയിലിലടക്കപ്പെട്ട യൂസുഫ് നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒറ്റ പ്രാവശ്യം 2 ആയത്തുകളും പാരായണം ചെയ്യാം. 36, 37 ഒതുക്കോളൂ.
ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أحمل فوق رأسي أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. K36-37 അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ ഇഷ്ടം നേടാൻ കഴിയുന്ന, സ്വർഗം നൽകപ്പെടുന്ന വിജയികളായ ഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മയും കുടുംബത്തെയും ആദർശം കരുത്തോടെ കാത്തു സൂക്ഷിച്ച് അതിൻ്റെ കരുത്തിൽ ജീവിക്കുന്നവരാകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.